അമ്പലത്തിലൊക്കെ പോയി കുറച്ച് പാട്ടുകളും ഓണപ്പാട്ടുകളും നാടൻ പാട്ടുകളും ഒക്കെ കേട്ട് ഇത്തവണത്തെ ഓണം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അല്ലേ നമ്മൾ മലയാളികൾ. അങ്ങനെ കുറച്ച് കലാകാരന്മാരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ കാണാം. അപ്പൊ ഇന്ന് ഓണം കളറാക്കാൻ എനിക്കിപ്പോൾ ഉള്ളത് തിരുവിതാംകൂറിന്റെ സ്വന്തം, തിരുവനന്തപുരത്തിന്റെ സ്വന്തം തെക്കൻ കൗരവർ ഫോക്ക് ബാൻഡ് ആണ്. അതിന്റെ എല്ലാമായ എന്താ പറയാ തലമൂത്ത ആളാണ് എൻ്റെ കൂടെ ഉള്ളത്. ദിവ്യ ചേച്ചി പറഞ്ഞോ, ഫോക്ക് ബാൻഡിനെ പറ്റി പറയൂ. ഫോക്ക് ബാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ തെക്കൻ കൗരവർ എന്നാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കൗരവർ. ശരിക്കും ഇത് തുടങ്ങാനുണ്ടായ ഒരു മോട്ടിവേഷൻ പോലും പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഞാൻ ശരിക്കും ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ വർക്ക് ചെയ്യായിരുന്നു, ETD സെക്ഷനിൽ വർക്ക് ചെയ്യായിരുന്നു. ജോലി റിസൈൻ ചെയ്തു കലയോടുള്ള ഇഷ്ടം കൊണ്ട്, നാടൻ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്. നാടൻ പാട്ടിനോട് ആ സമയത്ത് ഒരു ക്രേസ് മാത്രമേ ഉള്ളായിരുന്നു. അത് ഒരിക്കലും അതൊരു ബാൻഡായിട്ട് ഫോം ചെയ്യും എന്ന രീതിയിലല്ല വന്നത്. അങ്ങനെ ബാൻഡ് ഫോം ചെയ്തപ്പോൾ ഇത്രയും ആൾക്കാർ, ഇത്രയും ആളുകൾ വന്നു. തീർച്ചയായിട്ടും ഇതാണ് എൻ്റെ പിള്ളേർ. അരവിന്ദ്, രാജീവൻ, അതാണ് പുള്ളിക്കാരനാണ് ഇതിലെ ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്നത് ആർട്ടിസ്റ്റ്. രാജീവ് ചിലമ്പ് എന്ന് പറയും. പിന്നെ അബി ഓർക്കസ്ട്ര ടീമിലെ, ഗോവിന്ദ്, പിന്നെ മനു ബ്രോ, പ്രണവ്, പിന്നെ ഡോറ എന്നാണ് അറിയപ്പെടുന്നത്, പ്രവീണ എന്നാണ് പേര്, പിന്നെ സ്റ്റിൽജു ബ്രോ. ഇതാണ് എൻ്റെ ടീം. ഇതാണ് കൗരവരുടെ ടീം. അപ്പൊ നമുക്കൊരു ഓണപ്പാട്ടിൽ അങ്ങ് തുടങ്ങിയാൽ. തീർച്ചയായിട്ടും അരവിന്ദ് ബ്രോ. വാ, ഓണപ്പാട്ടിൽ തന്നെ തുടങ്ങിക്കും. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലി കുയിലേ മാവേലി തമ്പ്രാന്റെ പരവായ ചൊല്ലേ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട്. പൂവേ പൊലി പൂവേ പൊലി തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഓ സൂപ്പർ, അടിപൊളി. തുടക്കം തന്നെ ഗംഭീരമായി. അപ്പൊ ചേച്ചിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും നല്ല ഒരു ബാൻഡ് എങ്ങനെ സെറ്റ് ചെയ്തെടുത്തു? എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം, അത് പറ. ശരിക്കും ഈ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഓസ്കാർ കിട്ടിയൊരു മൊമെൻ്റാണ്. കാരണം ജോലി റിസൈൻ ചെയ്തു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, സിനിമ ഫീൽഡിലോട്ട് പോയി. സിനിമ ഫീൽഡ് ഫസ്റ്റ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീരിയൽ ചെയ്തു, 6-7 സിനിമ ചെയ്തു. വലിയ സിനിമകൾ ചെയ്തിട്ട് പോലും അത് ഇപ്പോഴും റിലീസാവാത്ത പല സിനിമകളുണ്ട്. ലൈഫിലെ നല്ല മൊമെൻറ്റുകൾ പലതും അവിടെ ഇല്ലാണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇങ്ങനെ കോട്ടയത്തൊരു സിനിമയുടെ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ ഏറ്റുമാനി അപ്പനെ കണ്ട് തൊഴുത് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം, എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാന്ന്. എനിക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഫിനാൻഷ്യലി സപ്പോർട്ടാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയൊരു ഫാമിലിയിലല്ല ഞാൻ ജനിച്ച് വളർന്നത്. ഒരു സാധാരണ ഒരു ഫാമിലി സ്ട്രഗിൾ ചെയ്ത് വന്നതാണ്. അങ്ങനെ ഈ നിൽക്കുന്ന അമ്പലനടയിൽ പൂജ നടത്തി വെറും 135 രൂപയും കൊണ്ട് ഒരു പൂജ നടത്തിയിട്ട് ഒരു ടീം ഫോം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുന്നോട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, കാരണം എനിക്ക് ബ്ലാങ്കാണ്. പക്ഷേ ഇതെനിക്ക് ചെയ്തേ പറ്റൂ എന്നത് എൻ്റെ ഏറ്റവും ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചി ഇതിൻ്റെ കഥ എന്നോട് പറഞ്ഞു, ഈ തിരുവിതാംകൂർ ഫോക്ക് ബാൻഡ് ആ പേര് എങ്ങനെ വന്നു എന്നുള്ളതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവും. ശരിക്കും ഇത് തിരുവനന്തപുരം കൗരവർ എന്നായിരുന്നു ഫസ്റ്റ് ഞാൻ പേരിട്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് ഈ സിനിമയുടെ ലൊക്കേഷൻ നിൽക്കുന്ന സമയത്തും
അവിടെ പുള്ളി ഓരോ കാര്യങ്ങൾ എന്നോട് പറയുമ്പോഴും എൻ്റെ മൈൻഡ് മൊത്തം കൗരവർ എന്നൊരു പേരിലാണ്. അങ്ങനെ കുറച്ച് ദിവസം ഞാനിങ്ങനെ ആലോചിച്ച് ഈ തിരുവനന്തപുരം എന്നത് ഞാൻ തിരുവിതാംകൂറാക്കി. പിന്നെ ഈ തെക്കോട്ടുള്ളത് കൊണ്ട് തെക്കൻ എന്നും കൊണ്ട് ചേർത്തിട്ടാണ് തിരുവിതാംകൂർ തെക്കൻ കൗരവർ എന്ന്. കൗരവർ എന്ന് വരാനുള്ള കാരണം എനിക്ക് കർണനെ ഭയങ്കര ഇഷ്ടമാണ്. കർണന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് ഞാൻ കർണനെ ബേസ് ചെയ്ത് കൗരവർ എന്ന പേരിട്ട് അങ്ങനെയാണ് തിരുവിതാംകൂർ തെക്കൻ കൗരവർ ഫോക്ക് ബാൻഡ് എന്ന് വന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു രാജകീയമായിട്ടുള്ള പേര് തന്നെ ആയിരിക്കണം എന്നത്. ഇവരുടെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പൊതുവേ നമ്മൾ നാടൻ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആവേശം ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഒരു നാടൻ പാട്ടും കൂടി കേൾക്കാൻ തോന്നല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഈ ടിവിന്റെ ഒരു പവർ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഏത് നാടൻ പാട്ട് ആദ്യം ഏതാ പാടാൻ പോണേ? ഏത് പാട്ടാ പാടാൻ പോണേ? ഓക്കെ, അപ്പൊ തുടങ്ങാം. തീർച്ചയായും. ഏതാ പാട്ടൊന്നും കൂടെ ഒന്ന് പറഞ്ഞോ. ആദ്യ പറഞ്ഞ മുത്തപ്പന്മാരെ. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് തുടങ്ങിക്കോ. ആദ്യ പറഞ്ഞ മുത്തപ്പന്മാരെ കുലം പിറന്ന മുത്തിമാരെ എങ്ങക്കറിവുമില്ലേ തിരുവുമില്ലേ എങ്ങക്കറിവുമില്ലേ തിരുവുമില്ലേ 4 കോടി 42 ഡിസംബർ തുടങ്ങിയായിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ 4 കോടി 42 ഈശ്വരന്മാരെ തുണയായി വന്നിരിക്കണം എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. നാട്ടിലല്ല തണ്ടാൻ്റെ കള്ള് കൈക്കൊത്ത കർമ്മം നാട്ടിലെല്ലാം തണ്ടാൻ്റെ കള്ള് കൈക്കൊത്ത കർമ്മം അറിവുമില്ല തിരുവുമില്ല എങ്ങടെ കർമ്മം കൈപ്പറ്റണേട്ടോ എങ്ങടെ കർമ്മോ കൈപ്പറ്റണേട്ടോ എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. ആദിയില്ലല്ലോ ഒരന്തമില്ലല്ലോ ലക്കാലം പോ ആയുഗത്തിൽ 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 എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ലക്കാലം പോ ആയുഗത്തിൽ ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ലക്കാലം പോ ആയുഗത്തിൽ തെയ്യറയം തെയ്യറയം തക തെയ്യറ തെയ്യറ തെയ്യറയം തന്നാനേ താനാ തിന തന്നാനം താനാ തന്നാനേ താനാ തിന തന്നാനം താനാ തന്നാനേ താനാ തിന തന്നാനം താനാ തന്നാനേ താനാ തിന തന്നാനം താനാ. ചെന്നിരിക്കാൻ ഭൂമിയില്ല പറന്നു പറ്റാൻ മരങ്ങളില്ല ഭൂമിയമ്മേ ഭൂമിയമ്മാരെ 1-2 വിളിക്കനുണ്ടേ ഭൂമിയമ്മേ ഭൂമിയമ്മാരെ 1-2 വിളിക്കനുണ്ടേ. ആരു തന്നെ വിളിച്ചതാണോ എന്തിനായി വിളിച്ചതാണോ ഞങ്ങളാണേ ഞങ്ങളാണേ ഭൂമി രവി പൊന്നമ്മച്ചി ഞങ്ങളാണേ ഞങ്ങളാണേ ഭൂമി രവി പൊന്നമ്മച്ചി തന്നാനേ താനാ തിന തന്നാരം താനാ തന്നാനേ താനാ തിന തന്നാരം താനാ. ഇപ്പൊ നമുക്ക് ആ ബാൻഡിന്റെ പവർ മനസ്സിലായി. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ബാൻഡിന്റെ മുതലാളിനെ പറ്റി എനിക്ക് ട്രൂപ്പിലുള്ള ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. എങ്ങനെയുണ്ട് നിങ്ങളുടെ മുതലാളി? മുതലാളി സൂപ്പറാണ്. മുതലാളിയാണ് ഈ ടീമിന്റെ എല്ലാം ഓൾ ഇൻ ഓൾ. എല്ലാം മുതലാളിയുടെ കാര്യം ചോദിക്കാൻ പറ്റും. പേര് ചോദിക്കാൻ പറഞ്ഞു. പേര് ഗോവിന്ദ്. ഗോവിന്ദ് എങ്ങനെ ഈ ഗ്രൂപ്പിലേക്ക് എത്തുന്നത്? ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ട് വഴിയാണ് ചേച്ചിയെ പരിചയപ്പെടുന്നത്. പിന്നെ അന്നോട്ട് ചേച്ചി പ്രോഗ്രാമിലെല്ലാം. അപ്പൊ അതിനു മുമ്പേ പാട്ടൊക്കെ പാടാൻ പോകുമായിരുന്നു? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഈ ഫീൽഡ് പാട്ടിൻ്റെ രീതിയിൽ ഉണ്ടായിരുന്നതാണ്. നാടൻപാട്ട് വഞ്ചിപ്പാട്ട് അങ്ങനെ. പിന്നീട് നാടൻപാട്ട് ഫീൽഡിൽ കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 3 വർഷം. അപ്പൊ ഗോവിന്ദിന്റെ ഒരു മാസ്റ്റർ പീസ് നാടൻ പാട്ടും കൂടെ നമുക്ക് കേൾക്കാം അല്ലേ? അപ്പൊ ബാ, ആ പാട്ടും കൂടി നമുക്ക് കേൾക്കാം. താനിന താനിന്നം താനേ താനിന താനിന്നാനേ താനിന താനിന്നം താനം താനേ താനിന താനിന്നാനേ താനിന താനിന്നം താനേ താനിന താനിന്നാനേ താനിന താനിന്നം
പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ രണ്ടാമത്തെ പെൺതിരി, എന്താ പേര്? എൻ്റെ പേര് പ്രവീണ, പക്ഷെ ഡോറ എന്നാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത്. എന്താ ഡോറാന്ന് വിളിക്കാൻ കാരണം? അത് ഇത്ര ആയതുകൊണ്ട്. കുഞ്ഞായോണ്ട്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഏത് പാട്ടാ പാടുന്നേ? ഞാൻ കേട്ടോ സ്നേഹിതരെ. അടിപൊളി പാട്ടാ. അപ്പാ മുന്നോട്ട് നിന്നോ. തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന 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 കേട്ടോ സ്നേഹിതരെ ഞാൻ ചെറുവള്ളി തോട്ടത്തിൽ ഇങ്ങോട്ട് പോകുമ്പോ കുട്ടി തത്തക്കിളി പോലഴകുള്ള തത്തമ്മ പെണ്ണകൾ പോവുന്നേ തന്നന്ന താന തന്നന്ന 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 താനന തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന കേട്ടോ സ്നേഹിതരെ ഞാൻ ചെറുവള്ളി തോട്ടത്തിൽ ഇങ്ങോട്ട് പോകുമ്പോ കുട്ടി തത്തക്കിളി പോലഴകുള്ള തത്തമ്മ പെണ്ണവൾ പോകുന്നേ തന്നന്ന താന തന്നന്ന 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 താനന തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ടവർ ചായക്കടയിലും കേറുന്നേ ചായ കുടിക്കുന്നു ദാഹം തീർക്കുന്നു നേരെ കിഴക്കോട്ട് നോക്കുന്നേ തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന കേട്ടോ സ്നേഹിതരെ ഞാൻ ചെറുവള്ളി തോട്ടത്തിൽ ഇങ്ങോട്ട് പോകുമ്പോ കുട്ടി തത്തക്കിളി പോലഴകുള്ള തത്തമ്മ പെണ്ണവൾ പോകുന്നേ തന്നന്ന താന തന്നന്ന 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 താനന തന്നന്ന 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 തന്നന്ന താന തന്നന്ന 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 താനന അടുത്ത പാട്ടുകാർ ഇവിടെ ഒന്ന് കോറസ് പറഞ്ഞത് നേരത്തെ ശ്രദ്ധിച്ചത്. എന്താ പേര്? പ്രണവ്. പ്രണവ്. എവിടെ വീട്? എവിടെയാ? വർക്കല. വർക്കല. മുന്നിലേക്ക് നിന്നോ, ഇങ്ങോട്ട് നിന്നോ. തനദിന ദിന തനദിന തനദിന ദിന തന്നാന തനദിന ദിന തനദിന തനദിന ദിന തന്നാന തനദിന ദീന തനദിന തനദിന ദിന തന്നാന തനദിന ദീന തനദിന തനദിന ദിന തന്നാന തനദിന ദിന തനദിന തനദിന ദിന തന്നാന തനദിന ദിന തനദിന തനദിന ദിന തന്നാന തനദിന ദീന തനദിന തനദിന ദിന തന്നാന തനദിന ദീന തനദിന തനദിന ദിന തന്നാന മുട്ടേ മാറി മഴുവരിക്കൊണ്ടേ ലേലേ ലേലുതി നന്ദിന മുട്ടേ മാറി മഴുവരിക്കൊണ്ടേ ലേലേ ലേലുതി നന്ദിന തനദിന ദീന തനദിന തനദിന ദിന തന്നാന തനദിന ദീന തനദിന തനദിന ദിന തന്നാന മുട്ടേ മാറി മഴുവരിക്കൊണ്ടേ ലേലേ ലേലുതി നന്ദിന മുട്ടേ മാറി മഴുവരിക്കൊണ്ടേ ലേലേ ലേലുതി നന്ദിന തനദിന ദീന തനദിന തനദിന ദിന തന്നാന തനദിന ദീന തനദിന തനദിന ദിന തന്നാന പൂട്ടാമ്പാടെ കല്ലു പെറുക്കടി പൂവടി പെണ്ണ കിളിയറിയ പൂട്ടാമ്പാടെ കല്ലു പെറുക്കടി പൂവടി പെണ്ണ കിളിയറിയ തനദിന ദീന തനദിന തനദിന ദിന തന്നാന തനദിന ദീന തനദിന തനദിന ദിന തന്നാന എവിടെ കിടന്ന പുറമടിയാണ് ഇവനെവിടെ കിടന്ന പുറമാടി ഇവിടെങ്ങുമുള്ള പുറമടിയല്ല ഇവൻ ഇവിടെങ്ങുമുള്ള പുറമാടി ആ പാണ്ടിപ്പട വെട്ടി വന്നോന
ആദ്യം പേര് പറഞ്ഞു. ആദ്യമായിട്ട് ഗ്രൂപ്പിൽ എത്തിയ ആളല്ലേ? എങ്ങനെ ചേച്ചിനെ പരിചയപ്പെടുന്നേ? ഞാൻ ഗസ്റ്റ് വന്നതാണ് ടീമിൽ. ആഹാ, ഡോറയും ഗസ്റ്റ് വന്നത്, അവിയും ഗസ്റ്റ് വന്നത്. ഞാൻ പോയിട്ടില്ല. പിന്നെ കഴിഞ്ഞ സീസണിൽ ചേച്ചിട്ടുണ്ടായിരുന്നു, ഈ സീസണിലും ഉണ്ട്. അടുത്ത ആളിലേക്ക് പോവാൻ. എന്താ ചേട്ടൻ്റെ പേര്? ഷിജു. ഷിജു. എങ്ങനെ ചേച്ചിനെ എങ്ങനെ പരിചയപ്പെടുന്നേ? ചേച്ചി പ്രോഗ്രാം കണ്ട് ഇങ്ങനെ നമ്പർ കിട്ടി അങ്ങനെ വിളിച്ചായിരുന്നു. എന്നിട്ട് ഇന്ന് പ്രോഗ്രാം ഈ സമയത്ത് പ്രോഗ്രാം നിൽക്കാൻ ചോദിച്ചു. ചേച്ചി ചോദിച്ചു നിൽക്കാന്ന് പറഞ്ഞു. ഇന്ന് ആദ്യമായിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, ഷൂട്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു. പിന്നെ ഇവിടെ തന്നെ. അപ്പൊ അടുത്ത പാട്ടുകാരനെ നമ്മൾ നോക്കാൻ മറന്നുപോയി. എന്താ പേര്? മനു. ഞാൻ ഗാനമേള സിംഗറാണ്. ഫസ്റ്റ് ടൈമാണ് നാടൻപാട്ടിലോട്ട് വരുന്നത്. ഇതുവരെ നാടൻപാട്ട് പാടിയിട്ടില്ല. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഗാനമേളയിൽ നാടൻപാട്ട് ട്രൂപ്പിലേക്ക് വന്നതാണെങ്കിലും ആൾ അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറയുന്ന ഒരു പാട്ട് എനിക്ക് പാടിത്തരും, ആരെങ്കിലും ഒരാൾ പാടിത്തരും. നാടൻപാട്ടാണെന്നാണ് എൻ്റെ ഒരു അനുമാനം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ളൊരു പാട്ടിലായിരുന്നു, കരിങ്കാളിയല്ലേ എന്ന് പറഞ്ഞു. ആ പാട്ട് എനിക്ക് ആരെങ്കിലും ഒന്ന് പാടിത്തരുമോ? കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാട്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോലയിൽ നീരാട് നീരാട് നീരാട്. കളിങ്കാലിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാട്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോലയിൽ നീരാട്. എരിവെട്ടൊരു വെട്ടമുടകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂമലര്, കലി തുള്ളിയ കാലിതൻ കാലിൽ തങ്കപ്പൊൻ ചിലമ്പ്, തുടി കൊട്ടിയ ബാണന്റെ പാട്ടിൽ അമ്മ നീ അടങ്ങ്.
ഞാനിവിടെ നിങ്ങളുടെ പ്രോഗ്രാം എടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തത് നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും ഈ പാട്ട് പാടിക്കണം എന്നുള്ളത്. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? വൈറലായ ഒരു പാട്ട്. ഏത് പാട്ടാ? അതും കേൾക്കാലോ, വാ. അതെനിക്കിഷ്ടാ. ആടാട് കളിയാടാട് കരിനീലി കറുത്തവളാടാട് നീയാട് മുടിയാടാട് നീലെ രാവിലെ അമ്പിളിച്ചേലാട് ആടാട് കളിയാടാട് കരിനീലി കറുത്തവളാടാട് നീയാട് മുടിയാടാട് നീലെ രാവിലെ അമ്പിളിച്ചേലാട് കാവാണേ നല്ല കാവാണേ ചേലേഴും കരിനീലി പെണ്ണിന്റെ കാവാണേ കാവാണേ നല്ല കാവാണേ ചേലേഴും കരിനീലി പെണ്ണിന്റെ കാവാണേ അന്തിനില രാവിറങ്ങും മുല്ലക്കരയിലെ ചേലാണ് പൊന്നരിവ കൊയ്തരിയും വിത്തുമൂലം കൊണ്ട പെണ്ണാണ് പൊന്നും മല വാഴത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ് പൊന്നും മല വാഴത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ് കാവാണേ നല്ല കാവാണേ ചേലേഴും കരിനീലി പെണ്ണിന്റെ കാവാണേ ആടാട് കളിയാടാട് കരിനീലി കറുത്തവളാടാട് നീയാട് മുടിയാടാട് നീലെ രാവിലെ അമ്പിളിച്ചേലാട് ആടാട് കളിയാടാട് കരിനീലി കറുത്തവളാടാട് നീയാട് മുടിയാടാട് നീലെ രാവിലെ അമ്പിളിച്ചേലാട് കാവാണേ നല്ല കാവാണേ ചേലേഴും കരിനീലി പെണ്ണിന്റെ കാവാണേ. കൊള്ളാം. ഈ രണ്ട് പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബിൽ കേട്ട് കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. അത് രണ്ടും എനിക്ക് കേൾക്കാൻ പറ്റി. ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞൊരു കാര്യമുണ്ട്, സിംഗറാണെന്ന്. ചെറുതായിട്ട്, വളരെ ചെറിയ രീതിയിൽ. ഞാനും ഒരു പാട്ട് ഓടിക്കൂടെ? ഞാനിപ്പോൾ ഒരു ഓണപ്പാട്ട് പാടാം. തുടക്കത്തിൽ പാടിയ പാട്ട് തന്നെ പാടി ഞാൻ അവസാനിപ്പിക്കാം. അതായിരിക്കും നല്ലത്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. അപ്പൊ എല്ലാരും ഒരു ഓണാശംസകൾ കൂടി പറഞ്ഞു നമ്മുടെ പ്രേക്ഷകരോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.